എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായി. ഓ പറഞ്ഞോ. ഒഫീഷ്യലല്ല, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എന്താ പറയൂ. സാറിന് അറിയാലോ, ഞാനൊരു 5 വർഷം തവളക്കുഴി ട്രഷറിയിലാണ് വർക്ക് ചെയ്തത്. ഓ അപ്പൊ അവിടെ വെച്ച് കുറെ കല്യാണാലോചനകളൊക്കെ വന്ന് ഞാൻ പോയി കണ്ട് അതൊന്നും അങ്ങോട്ട് സെറ്റായില്ല. അതിനുശേഷമാണ് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വന്നത്. കല്യാണത്തിന് വേണ്ടി ട്രാൻസ്ഫർ ആയതാണോ? ഇല്ല, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വയസ്സും കൂടി പറഞ്ഞല്ല സാറേ, കല്യാണം കുറയ്ക്കാനുള്ള പരിപാടിയാ. അല്ല, ഒരു വീട്ടിലും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി. കാര്യം എന്താന്ന് പറയൂ, ഇവിടെ പണി കുറച്ചുണ്ട്. നമ്മുടെ ഇവിടെ പുതുതായിട്ട് വന്ന ലക്ഷ്മി ഉണ്ടല്ലോ, അപ്പൊ ആ കുട്ടീനോട് എനിക്കൊരു താല്പര്യം തോന്നി. ഞാൻ സംസാരിച്ചു. ബ്രോക്കറാണോ? അവര് ബ്രോക്കറല്ല. പിന്നെ ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് യോജിച്ചു പോകാൻ പറ്റിയ ഒരു കുട്ടിയാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പൊ സാർ ഒന്നത് സൂചിപ്പിക്കോ എന്റെ കാര്യം ഒന്ന് അറിയാനാണ്. ഞാൻ പറയാറുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് റിജക്ട് ചെയ്താ പിന്നെ എനിക്കിവിടെ വർക്ക് ചെയ്യുമ്പോ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ സാറേ. അപ്പൊ എനിക്ക് മുഖത്ത് നോക്കാം. അങ്ങനെയല്ല. ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തിനു വന്നതാ? ഇവിടെ വർക്ക് ചെയ്യാൻ വന്ന ജോലിയാണ്. അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കലാപരിപാടിക്ക് അല്ലല്ലോ. അയ്യോ സാറേ, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സത്യസന്ധമായിട്ടൊരു ഇഷ്ടം തോന്നി. അപ്പൊ കല്യാണം കഴിക്കാൻ സത്യസന്ധമായിട്ട് തന്നെ ആ ഇഷ്ടം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജോലി ചെയ്യ് കേട്ടോ. അതിലും വേണമല്ലോ ഒരു സത്യസന്ധത. ഈ ശമ്പളം തരുന്നത് മുഴുവൻ ഇവിടെ കല്യാണാലോചന നടത്താൻ വേണ്ടിയല്ല. മനസ്സിലായല്ലോ? ചെല്ല് കേട്ടോ. കല്യാണാലോചനയായിട്ട് വന്നിരിക്കുക. ഞാനെന്താ ബ്രോക്കറോ? ആ മാസം ശമ്പളം അങ്ങോട്ട് വൈകിയാൽ എല്ലാത്തിന്റെ മുഖം അങ്ങ് കറക്കും. വന്നിരുന്ന് ചെയ്യുന്ന പണിയല്ല കല്യാണാലോചനയും. അതും മാറിപ്പോയി. ഇതിന്റെ ഉള്ളിൽ ലക്ഷ്മി എങ്ങനെ വന്നു? ഇന്റർലോക്ക് സ്ക്വയർ ഫീറ്റിന് 75 രൂപ നമ്മൾ ആദ്യം സംസാരിച്ചു. അത് ഞാൻ എന്നിട്ട് പിന്നെ അതിലും താത്ത 70 ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങള് 60 രൂപ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്റർലോക്ക് ഇടണ്ട, അല്ല ചാണാൻ മുഴുവൻ നോക്കുക അവിടെ. അതായിരിക്കും നല്ലത്. അതങ്ങനെയല്ലല്ലോ. നമ്മളൊരു വാക്ക്, ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതിനാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സമയത്ത് പണി ചെയ്ത് തീർത്തു തരും. ഒന്ന് ഫോൺ അതെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പണി തന്നാ മതി. മന്മഥ കോൺട്രാക്ടർ വാക്ക് പറഞ്ഞ വാക്കാണ്, ആ സമയത്ത് ചെയ്തു തരും. പിന്നെ ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. നിങ്ങളില് വേറെ ആളിന് കൊടുത്തോ. കൊടുത്തോ. ആ ശരി. അതെ, ആ രാഘവേട്ടൻ ഇന്ന് വരാന്ന് പറഞ്ഞാലേ ഇത്ര നേരമായിട്ട് എന്താ വരാത്? നീ വരണ്ടേ? നീ പോയി എനിക്ക് വിളിച്ചോണ്ടെങ്കിൽ വരണമെങ്കിൽ അവിടെ പോയി കാര്യം പറഞ്ഞിട്ട് വന്നാ പോരെ. എന്നാലും മതിയായിരുന്നു, നമുക്ക് ഇനി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അതെ, വന്നു വൈകി പോയല്ലേ? വാ സമാധാനത്തിൽ കേറ്. അല്ല, കേട്ട് രാഹുകാലം കഴിയണം. ഇത് നല്ല കാര്യല്ലേ? വിവാഹം എന്ന് പറഞ്ഞാൽ മംഗള കാര്യമാണ്. അത് അതിന്റെ ശാസ്ത്രമുണ്ട്. ഇപ്പൊ രാഹുലിന് ഇപ്പൊ എത്ര സമയം അവിടെ ആയോ? അതെ, അതിനെല്ലാം ഒരു ഇതില്ലേ, മംഗള കാര്യല്ലേ അതെല്ലാം. ഇവിടെ കിടന്ന് കയറ് കൂട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ ആളെ എന്നോട് ഒരു കാര്യം പറയാം. കുറച്ച് സമയം എടുത്തു. ഈ ലോകത്ത് നമ്മളെ മോള് മാത്രമല്ലല്ലോ ഉള്ള. അതെ, ഒരുപാട് കാര്യമുണ്ടല്ലോ. നല്ലൊരു ചക്കൻ, ഒന്നിനൊന്നും വെച്ച എല്ലാ സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു ചക്കൻ. കാണിച്ചു തരാം. ഇല്ല, നോക്ക്. സിനിമാ നടൻ ടൊവിനോ ഒരു ഫോട്ടോ. ഇവനെ കണ്ടാ പിന്നെ ഓനെ കാണണ്ട, അതേ കോപ്പി. അതുകൊണ്ടാണ് ഓന്റെ ഫോട്ടോ കിട്ടിയില്ല. അതുകൊണ്ടാണ്. അല്ല, അപ്പൊ അവനെ കണ്ട ഞങ്ങൾക്ക് അങ്ങനെ സിനിമാ നടന്മാരൊന്നും അല്ല. അതുകൊട്ടെ, ഇത് എവിടെയാണ്? എന്ത് ദുബായിൽ നല്ല ജോലിയാ കമ്പനിയിൽ. ദുബായ് വേണ്ട. എന്റെ മോളെ ഞാൻ ദുബായിലേക്കൊന്നും വിടില്ല. ഒന്നാമത്തെ കാര്യം, അവക്ക് ഇവിടെ സർക്കാർ ജോലിയാ. പിന്നെ ലീവ് എടുത്ത് അങ്ങോട്ട് പോണോ? അത് മാത്രല്ല, ഈ അന്യദേശത്തൊക്കെ വിടാൻ എനിക്കിപ്പോ ധൈര്യമില്ല. ഓരോ വാർത്തയൊക്കെ കാണുമ്പോഴേ പേടിയാ. എന്റെ കൊച്ചു ആരോടും ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ വിഷമിച്ച് വല്ലെടുത്തു. അതൊന്നും ശരിയാവില്ല. വേണ്ട ഇവിടെ ആവുമ്പോ എന്റെ കൺവെട്ടത്തുണ്ടാവും. നമ്മളെ ഇവിടെ വേറെ നല്ല ചക്കൻ. ഇതൊരു മൂക്കിനൊരു ചെറിയ
ഇതുണ്ട്. ഇല്ല ഇല്ല നല്ല അത് കാണുമ്പോ ഇല്ല അത് ഫോട്ടത്തില് ഒന്നിച്ച് നിക്കുമ്പോഴേ ഇയാൾക്ക് ഇത്തിരി പ്രായം തോന്നും. അതെ. നമ്മുടെ മോള് ഒരു കുഞ്ഞല്ലേ. ഇത് ഇന്ത്യയിലാണ്, ഗുജറാത്തിലാണ് കമ്പനി. അത് വേണ്ട. അല്ലേലും ഗുജറാത്തിൽ വേണ്ട, വേറെ നമ്മളെ കേരളത്തിൽ ഉണ്ടെങ്കിൽ മതി. അത് പറയും. കേരളത്തിലുള്ള അങ്ങനെ ഏതെങ്കിലും അതുണ്ട് നല്ല കുടുംബമായിരിക്കണം. നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതാ ബി എ കാരനാണ്. നോക്ക്, ഈ ചെക്കൻ എന്ത് ചെയ്യുക? ഇവൻ കളിപ്പാട്ട കമ്പനിയിലാണ്. കളിപ്പാട്ടോ? ആ കളിപ്പാട്ടം ഉണ്ടാക്കുന്ന കമ്പനിയിൽ. അതാണ് ജീവിതം കളിപ്പാട്ടം പോലെ ആവോ എന്റെ കൊച്ചില്ലേ? അങ്ങനൊന്നാവൂല, നല്ല പയ്യനാ, നല്ല കുടുംബത്തിലെ. ഇത് ശരിയാവില്ല. നമുക്കൊരു സർക്കാർ ജോലിക്കാരൻ മതി. എടി സർക്കാർ എന്ന് പറയണ്ട, ഇത് പയ്യൻ വലിയ കുഴപ്പമില്ല. വേണ്ട, എന്റെ മോക്ക് ഗവൺമെന്റ് ജോലിയല്ലേ. നല്ല സ്വഭാവം നിങ്ങൾ വിചാരിക്കും പോലെ. ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ ചെറുക്കനും സർക്കാർ ജോലി മതി, കേരളത്തിൽ തന്നെ മതി. ആഴ്ച ഒരിക്കലെങ്കിലും എനിക്ക് പോയി കാണാൻ വേണം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാട്ടോ, നമ്മുടെ ഇതില് സർക്കാർ ജോലിയുള്ള ഇപ്പൊ നമ്മുടെ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, നമ്മുടെ ആലപ്പുഴ, പിന്നെ ഏതാണ്ട് ഈ പത്തനംതിട്ട, തൃശ്ശൂര് വരെ ഉള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയും. എന്നാ പറയാ. നല്ല സർക്കാർ ജോലിയുള്ള കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ പറഞ്ഞു. കുടുംബത്തിൽ പറഞ്ഞവരെ ഇപ്പൊ കിട്ടാനുണ്ടാ? കിട്ടുവോ? ആശുപത്രിയില്ലേ എല്ലാരും പ്രസവിക്കുന്നു? അത് കുടുംബത്തിൽ പറഞ്ഞവര് വരുമ്പോ അതെ, എന്നെ ഇവിടെയൊക്കെ പോലെ നല്ല തന്തയും തള്ളേ, അല്ല യോഗ്യതയുള്ള തന്തയും തള്ളയും ഉള്ള ഏതെങ്കിലും തറവാട്ടിൽ നിന്നുള്ള ഒരു ചെറുക്കന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ല ഞാൻ വിചാരിച്ചു ഇപ്പൊ വേറെ കൂടുതൽ വിചാരിക്കണ്ട. ആ പറഞ്ഞ ലേഖനം ഉണ്ടെങ്കിൽ ഒന്ന് പറയും. നോക്കട്ടെ. ഇപ്പൊ വരെയും പോവുകയും ചെയ്യുമ്പോ 500 1000 വെച്ച് തരണുണ്ട്. കാര്യമൊന്നും നടക്കണമില്ല. ഒന്നുണ്ട് ഞാൻ പറയാം. ഫോട്ടോ ഫോട്ടോ ഇല്ല, നേരിൽ കാണിക്കാം. നമ്മളെ യൂസഫ് അലി ഇല്ലേ, അതേപോലെ ഇരിക്കും. അത് 10 വയസ്സുള്ള ആളല്ലേ യൂസഫ് അലി? അതല്ലാന്ന് സിനിമാ നടന് യൂസഫ് അലി ഇല്ലേ? സിനിമ ആസിഫ് അലി. ആസിഫില്ല എനിക്ക് തെറ്റിപ്പോയി. അതേ കട്ടാണ്. ഇത്ര ആസിഫ് അലി പോലെ ഇല്ലെങ്കിൽ ആസിഫ് അലിയുടെ അനിയനെ പോലെയെങ്കിലും കിട്ടിയാൽ മതി. നല്ല സ്വഭാവം ആണാ? എന്നാ പിന്നെ ഞാൻ അവനെ കൂട്ടിട്ട് വരാം. എപ്പാന്ന് ഏത് ദിവസം പിന്നെ പറയാം. അതൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൂടെ എല്ലാം നോക്കണമല്ലോ. പിന്നെ വേറെ വലിയ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല. ചായയും മിച്ചറും ചിപ്സും അത്ര കൊടുക്കാൻ പറ്റും. അതൊക്കെ മതിയാ, വലിയ ചടങ്ങല്ലല്ലോ. അപ്പൊ ആയിക്കോട്ടെ. അപ്പം ദോശയെന്നും പറഞ്ഞിട്ട് കുറെ ഞാൻ തന്ന 500 1000 ആയിട്ട്. അല്ല ഇനിയിപ്പോ കാര്യം നടക്കട്ടെ രാഘവട്ട, ഞാൻ തരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അല്ല ഫോട്ടോന്റെ കാശ്. ഒന്നാമത്തെ കാര്യമേ ചേഞ്ച് ഇല്ല എന്റെ. സ്കാനർ ഉണ്ട്. എന്തുണ്ട്? സ്കാനർ. എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, ചെറിയ പ്രശ്നമുണ്ട്. തരാം, പോയി വാ രാഘവട്ടൻ. സന്തോഷത്തോടെ ഒന്ന് പോയിട്ട് വരുമോ? ചിരിച്ച് കൂട്ടിട്ട് വാ. ആയിക്കോട്ടെ. വന്ന ഉഷാറില്ല തിരിച്ചു പോയപ്പോ. എല്ലാം ഇത് തന്നെ പൈസ. അതിന്റെ മോനെ എന്റെ പൈസ കിട്ടി ഇവിടെ ഞാൻ ജയിപ്പിക്കാൻ ഒരു മുക്കാൽ തരാണ്ട് വെറുതെ ഓനെല്ലാം വെറുതെ. അതെ, ഇങ്ങേരെ കൊണ്ട് നടക്കോ? ഇല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറയണം. ഇതും കൂടെ നോക്കാം. ഇതും കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ വേറെ ബ്രോക്കർ എന്റെ ഉണ്ടാള്. ലേഡി, അതെ ഈ നമ്മളെ മൂക്ക് ആസിഫ് അലി ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല. സിനിമയൊക്കെ കാണാറുണ്ടല്ലോ. ഉണ്ടല്ലേ അല്ലേ? ആസിഫ് അലി. എന്താ ഫോണിൽ കളിക്കണം? ഒരു ഗോൾ കൊടുത്തത് 20. ഓഫീസൊന്നും ഇല്ലേ? ഉണ്ട്. അതെ, ആ സ്തുതി വന്നിട്ടുണ്ടായ നേരത്തെ. ഇതുവരെ വന്നിട്ട് പോയല്ലോ. വെള്ളം ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ. ഇപ്പഴാ വന്നത്. എനിക്കറിയാം. ഞാൻ നിന്നെ ഓഫീസിൽ പോയി. ഞാൻ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. എന്ത് കാര്യം കണ്ണാ വന്നെ? എന്താണെന്ന് പറയാം. എന്താ പറ. പിന്നെ അന്ന് നീ ഒരു ആലോചന ഞാൻ കൊണ്ടുവന്ന് നീ അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്ന് രാഘവേട്ട, ആ ജാതി ഇനി എനക്ക് കൊണ്ടുവരല്ലേ. അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത്. അത് എനക്ക് മോശമില്ലാത്ത നിനക്ക് രാഘവന്റെ മോനെ കെട്ടിക്കോ അങ്ങനത്തെ പെണ്ണിനെ കൊണ്ട്. അത്ര മോശമുണ്ട്? പിന്നെ മോശമല്ലേ? അല്ല ഇപ്പൊ ഞാൻ കൊണ്ടുവന്നൊരു നല്ലൊരു ആലോചന. നല്ല പെണ്ണ്. ഓക്കെ അതെ രാഘവേട്ടാ, ഇപ്പൊ ഇനി കുറച്ച് സമയത്തൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോണില്ല. എന്തേ? വേറൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ട്. കെട്ടണ്ടെന്നല്ല,
വേറൊരു ചെറിയൊരു കാര്യമുണ്ട്, അപ്പൊ ഞാൻ പറയാം, എന്നിട്ട് കൊണ്ടുവന്നാ മതി. അതല്ല ഇത് നീ കണ്ട അതൊന്നും പിന്നെ ഒരു മാറ്റം വരില്ല. ഇതിപ്പം കല്യാണം കഴിക്കണം വേണ്ടാന്ന് ഇപ്പൊ എന്റെ മനസ്സിലൊരു രൂപമുണ്ട്. നല്ല പെണ്ണാണ്, നല്ല പെണ്ണ്, ജോലിയുണ്ട്. ജോലിയുണ്ടാ? സർക്കാർ ജോലിയുണ്ട്. ഫോട്ടോ ഉണ്ടായില്ലേ? ഫോട്ടോ ഉണ്ട്. പിന്നെ നീ എന്തെങ്കിലും പറയും, ഞാൻ ഒന്നേ ഞാൻ ആകെ കൊണ്ടുവന്നിട്ടില്ല, അതൊന്നും നീ വേണ്ട. പിന്നെ വേറെ ഞാൻ ജീവിതം വെറുത്തു പോയി അന്നത് കണ്ടേ. പിന്നെ എന്ത് ഇത് ലക്ഷ്മിയല്ലേ? അതെ, ഇത് രാഘവേട്ടനെ എവിടെ കിട്ടി? അവര് അച്ഛനും എനിക്ക് തന്നല്ലേ. എന്റെ രാഘവേട്ട ഇവള് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യണ കുട്ടിയാണെന്ന്. അതെയാ? ആ എന്നാ നന്നായില്ലേ, ഓഫീസിൽ ഒന്നിച്ചിരിക്ക, വീട്ടിൽ ഒന്നിച്ചിരിക്ക. രാഘവേട്ട എന്റെ മനസ്സിലുള്ള അതേ രൂപമാണ്, ഞാൻ ആഗ്രഹിച്ചൊരു പെണ്ണാണ്. അതേ ഞാൻ ഇവളെ എനിക്ക് കെട്ടണം രാഘവേട്ട. നീ ആ സുഗതന്റെ പുറകെ നടക്കായിരുന്നില്ല ഇതുവരെ, എന്തായി? രാഘവേട്ട ഇനി ഒരു സുഖതനുമില്ല, ഒന്നുമില്ല. വാ നമുക്ക് പോകാം. അതാ ഞാൻ കൊണ്ടുവന്ന പോലെ ഇരിക്കും. എന്റെ മുത്താണ് രാഘവേട്ട. എനിക്ക് ഞാൻ നല്ല പെണ്ണ്. ഇത് മതി, ഇത് മതി. ഒരു മനുഷ്യന് ഇതിനെ കെട്ടാൻ ഒരാളെ കാണിക്കരുത് ഇനി. ഇല്ല, ഇനി ആരും കാണിക്കാം. ഇത് ഞാൻ എടുത്ത് എപ്പോഴാ പോണ്ട നമുക്ക്? എപ്പോ നിനക്ക് സൗകര്യം? രാഘവേട്ടൻ അവരോട് ചോദിക്കും, എന്നിട്ട് എപ്പോഴാ വരാൻ പറയണേന്ന് പറഞ്ഞാ ഞാൻ എന്റെ ചേച്ചിയുടെ മോനായിട്ട് വരാം. ഞാൻ ചോദിച്ചിട്ട് എന്നോട് വിവരം പറയാം. പിന്നെ ഇത് മതി. എന്നാ പിന്നെ അപ്പൊ ഇപ്പൊ ഇത് പിടിക്കും. അല്ല അതല്ല, നീ അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഞാൻ തരാന്ന്, ഞാൻ തരാ. അതെ, രാഘവേട്ടൻ എനിക്ക് വിള അത് കുടിച്ചോ. കഴിക്കും ഒരേ ഉള്ളു, വേറെ ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. സിനിമ നടൻ നാസറിനെ പോലല്ലേ, അതാ ഞാൻ പറഞ്ഞു. അത്രക്കില്ല, അത് മറ്റേ ഭാഗത്ത് നോക്കണം. കുഴപ്പമില്ല, ഞാൻ ഈ മുതൽ അധികം ഇറക്കില്ല. എന്താ പറഞ്ഞ? അല്ല ഇതാരാ? ഇതെന്റെ മൂത്ത സഹോദരിയുടെ മോനാണ് സ്വരൂപ്. സ്വരൂപിന് സർക്കാർ ജോലി ഉണ്ടോ? ആയിട്ടില്ല, റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. PSC എഴുതിയില്ലേ? വീട്ടില് മൊത്തം എത്ര സർക്കാർ ജോലിക്കാരുണ്ട്? വീട്ടില് മെയിനായിട്ട് പ്യാരി മാമന് മാത്രമേ ഉള്ളൂ. ആണോ? വേറെ ആരും ഇല്ലല്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽ നേരെ തിരിച്ചാ. 80% ആൾക്കാർക്കും സർക്കാർ ജോലിയാ. ഒരു കല്യാണത്തിനൊക്കെ ഞങ്ങള് പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ ജോലിക്കാരെ മുട്ടി നടക്കാൻ പറ്റും. ഒരു കല്യാണം വെച്ചാ അന്ന് പൊതു അവധിയായിരിക്കും, എല്ലാവരും ഇവിടെ വരണമല്ലോ. തമാശക്കാരനാണ്, തമാശക്കാരൻ. ഇപ്പൊ വീട്ടില് എനിക്ക് മാത്രമേ സർക്കാർ ജോലിയുള്ളൂ നിലവിൽ. അച്ഛൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ പിന്നെ അമ്മ ഇല്ല, ഞാൻ ടെസ്റ്റ് എഴുതി കിട്ടിയതാ. പിന്നെ അമ്മയുണ്ട്, 2 സഹോദരിമാരുണ്ട്. അളിയന്മാരൊക്കെ സർക്കാർ ജോലിക്കാര് അല്ല? എല്ലാവർക്ക് സർക്കാർ ജോലി ഇല്ല, ഓരോ ചെറിയ ചെറിയ ബിസിനസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു മെച്ചപ്പെട്ട കുഴപ്പമില്ല. ഇവന്റെ അച്ഛനൊരു പ്രസ് നടത്തുകയാണ്. പിന്നെ ഇളയ സഹോദരിയുടെ പുള്ളിക്ക് ഒരു ചെറിയ കോൺട്രാക്ട് പണിയൊക്കെയാണ്. കോൺട്രാക്ടർ പണിയാണ് അച്ഛനും? അത് ശരിയാ. അപ്പൊ അച്ഛന് സർക്കാർ ജോലി ഇല്ലേ? ഇല്ല, ആരെങ്കിലും വേണ്ട ജോലി ഇല്ലാത്തൊരു. അമ്മ പറഞ്ഞ 80 പെടൂല. അമ്മക്ക് അയ്യോ, എന്നെ ജോലിക്ക് വിടില്ല, പുള്ളിക്ക് ഇഷ്ടല്ല. ഇപ്പൊ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വാക്ക് മോളോട് പറഞ്ഞാൽ പോലും അവൾ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് കുടുംബക്കാരൊക്കെ തമ്മിൽ കാര്യങ്ങൾ നീക്കും. അപ്പൊ അത് എന്റെ കഞ്ഞി ബുദ്ധിമുട്ടിക്കറിയാം. അയ്യോ അച്ഛ, അങ്ങനെയില്ല. ലക്ഷ്മിനോട് ഞാൻ സംസാരിച്ചിട്ടുമില്ല, കുട്ടിക്കത് അറിയാനും പാടില്ല. എനിക്ക് അവളെ കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ മാതാപിതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സമ്മതമാണ്, ലക്ഷ്മിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒരാഗ്രഹം എനിക്കുണ്ടാവും, അങ്ങനെയുള്ളൂ. അല്ലാതെ അല്ല അവളെ സംബന്ധിച്ച് അവളെന്ന് പറഞ്ഞാ ഞങ്ങള് പറയുന്നതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. അവക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ല, എല്ലാം അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം. ലക്ഷ്മി ഓഫീസിലും അങ്ങനെ തന്നെയാണ്. ഓഫീസിൽ അച്ഛനും അമ്മ ഇല്ലല്ലോ? ഇല്ല, അച്ഛനും അമ്മയില്ല. ഉദ്യോഗസ്ഥരോടും ഞങ്ങളോടും ഒക്കെ ഉള്ള ഒരു പെരുമാറ്റവും ഒരു അടുക്കും ചിട്ടയും വിനയമൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അത് ഇവിടുത്തെ വളർത്തുദോഷം തന്നെയാണ്. അല്ല, വളർത്തുദോഷമില്ല, വൃത്തിയായിട്ടാണ് വളർത്തിയേക്കണത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം പരസ്പരം അറിയൊക്കെ ചെയ്യാൻ ഇപ്പൊ കാണൽ എന്നുള്ളൊരു ചടങ്ങൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും നമുക്ക് ആ ചടങ്ങ് അതിന്റെ രീതിക്ക് തന്നെ നടത്താം. അതെ അതെ. അയ്യോ അതല്ല, അച്ഛൻ വന്നില്ലല്ലോ. അച്ഛൻ വരുവോ? അതെ, എന്റെ അച്ഛൻ പുറപ്പെട്ടിട്ടുണ്ട്.
ഇപ്പൊ വരും. മോളെ വലിയ കാര്യാണേ. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനും ഇവിടെ പാഞ്ഞെത്തണതാ. അച്ഛൻ വന്നിട്ടേ ഒരു തീരുമാനം. മതി അച്ഛൻ വന്നോട്ടെ. കാരണവന്മാരൊരു അനുഗ്രഹ ചടങ്ങിനൊക്കെ ഉള്ളത് നല്ലതല്ലേ. തീരുമാനം വേറൊന്നുമില്ല. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അച്ഛനും അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കൂല. അപ്പൊ അച്ഛനെ നിങ്ങൾ തന്നെ വളർത്തിയത്. തമാശ. നല്ലതാണ് തമാശ. ഞാൻ അവളെ വിളിക്കാം. കഴിക്കുമോനെ? അവന് 1-2 കഴിച്ച്. അല്ല മിച്ചർ കഴിച്ചില്ല. കഴിക്കാം. ഇവിടെ ഒരു വീട്ടിലുണ്ടാക്കണ മിച്ചറാണ് കേട്ടോ. അവിടെ കിട്ടില്ലേ വേറെ? അല്ല ഈ ജോലിക്കയറ്റമൊക്കെ കിട്ടുവോ? കുഴപ്പമില്ല. നമുക്ക് സർവീസ് അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ ഉണ്ടാവും. ഇതാണ് ഞങ്ങളെ ഒരേ ഒരു മോള്. ഒരെണ്ണം എടുത്തോളാം. ചേട്ടൻ ചായ കുടിക്കും. പിന്നെ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ അങ്ങനെ വേറെ അളിയന്മാരുമായിട്ടൊക്കെ വരുമോ? അളിയന്മാരായിട്ട് നമുക്കൊരു ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് എങ്ങനെ വല്ലതും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാ? ഇല്ല, അച്ഛനമ്മയും പറയുന്നില്ല. അപ്പൊ ഒരു തീയതി പറഞ്ഞ ഞാൻ അമ്മാവനുണ്ട്. അല്ല, അയ്യോ എന്റെ അച്ഛനൊന്ന് വന്നോട്ടെ. അച്ഛന്മാരാണ്ട. വായിച്ചോ. ഞാനേ ഓട്ടോറിക്ഷ കിട്ടാനൊക്കെ കുറച്ച് നേരം പിടിച്ചതേ. അതാ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ വൈകണേന്നേ? എനിക്ക്